ശ്രീമതി വീണ ജോർജ് 300ഓളം പേർക്ക് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അവരെല്ലാം തന്നെ ചികിത്സ തേടി 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളടക്കം ഉണ്ടായിരുന്നു. ഇതിൻ്റെ റിപ്പോർട്ടുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ രാവിലെ ഏതാണ്ട് 10 മണിയോട് കൂടിയിട്ടാണ് ഈ കാക്കനാടുള്ള ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾ, അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് ഈ ഒരു പരാതി അറിയിക്കുന്നത്. അവിടെ ധാരാളം ആളുകൾക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും രോഗലക്ഷണങ്ങളോടുകൂടി ധാരാളം പേർ ഉണ്ട് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഡോക്ടർ നന്ദകുമാർ അദ്ദേഹത്തെ വിളിച്ച് അതിൽ അടിയന്തരമായി, ഞായറാഴ്ചയായിരുന്നു അല്ല അവധി ദിവസമായിരുന്നു എങ്കിൽ പോലും അതിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം, മെഡിക്കൽ ടീമിനെ അയക്കണം എന്നുള്ളത് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ സീനിയർ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ടീം അവിടെ എത്തി പരിശോധനകൾ നടത്തി, അന്തേവാസികളുമായിട്ട് ആശയവിനിമയം നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 340ഓളം പേർക്കാണ് രോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല 18 പേരോളം IP അഡ്മിഷനും തേടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജലജന്യ രോഗങ്ങളാണ് എന്നുള്ളതാണ് അനുമാനിക്കപ്പെടുന്നത്. അവിടെ കിണറുണ്ട്, അതുകൂടാതെ പുറത്തുനിന്ന് ടാങ്കറിൽ വെള്ളം അടിക്കുന്നുണ്ട്. അത് ഒരു സാമ്പിൾ ശേഖരിച്ചതിന് ശേഷമാണ് ഫ്ലാറ്റുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതീവ ഗൗരവമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾക്ക് ഈ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇവർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ. ആ ഡോക്ടേഴ്സിന്റെ മുന്നിൽ ചിലപ്പോൾ 1-2 കേസസ് മാത്രമേ എത്തിയിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അസ്വാഭാവികത ഉൾക്കൊണ്ടുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് കരുതുന്നത്. നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് ഇന്നലെയാണ്, ആരോഗ്യ വകുപ്പിലേക്ക് ഈ ഒരു ഫോൺ കോളിലൂടെയാണ് ഈ ഒരു ഇൻഫർമേഷൻ എത്തപ്പെടുന്നത്. ഇത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായിട്ട് ഉണ്ടാകുന്ന കാര്യത്തെ മറച്ചുവെച്ചു എന്നുള്ളത് അതിനകത്ത് ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിന്റെ ഭാരവാഹികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർക്കെതിരെയുള്ള അല്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മിനിസ്റ്റർ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ട് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായി ഏത് തരത്തിലായിരിക്കാം ഈ ഒരു മാലിന്യം ഈ ജലത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഏത് തരത്തിൽ ഇത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്? ഈ കിണറിലെ വെള്ളം സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്പിലെ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ടാങ്കറിൽ എത്തിക്കുന്ന വെള്ളത്തിന്റെ ഫോഴ്സ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സാമ്പിളുകളെല്ലാം തന്നെ ഇന്നലെ ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. 1200-ലധികം ആളുകളാണ് അവിടെ, കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഓക്യുപ്പൻസി ഏതാണ്ട് 1040 അപ്പാർട്ട്മെന്റുകളിൽ അവിടെ ഓക്യുപ്പൻസി ഉണ്ടെന്നുള്ളതും മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു കാര്യം കൂടി അന്തേവാസികളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇവർ തന്നെ ഒരു ഭാരവാഹികൾ തന്നെ ഒരു പരിശോധന നടത്തിയതിൽ അതിൽ ഈക്കോളി ബാക്ടീരിയ ഉള്ളതായിട്ട് മെയ് മാസത്തിൽ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്, മെയ് 29-ന്. പക്ഷെ അത് അന്തേവാസികളിൽ നിന്ന് ഹൈഡ് ചെയ്തു എന്നും അവരുടെ ആക്ഷേപമുണ്ട്. ഏതായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. വാട്ടർ സോഴ്സസിൽ നിന്നുള്ള സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം നമുക്ക് ഉടനെ കിട്ടും. അതോടൊപ്പം തന്നെ രോഗലക്ഷണങ്ങൾ നിലവിലുള്ളവർ, കാരണം പ്രത്യേകിച്ച് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവുകയും പ്രായം പറഞ്ഞതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ ചികിത്സ തേടിയിട്ടുണ്ട്. അവർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗൗരവമുള്ളൊരു സാഹചര്യം എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങളുള്ള എല്ലാവരും തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ 30 അംഗ ഒരു ടീമിനെ അവിടെ നിയോഗിച്ച് അവരുടെ ഒരു ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് ഒരു സർവൈലൻസ് കൂടിയാണ്. ഈ ഭാഗത്ത് ഈ ഫ്ലാറ്റിന്റെ പുറത്തും വേറെ ആർക്കെങ്കിലും ഈ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി അവർക്ക് ചുമതല കൊടുത്തിട്ടുണ്ട്. നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. ഈ രോഗലക്ഷണങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ ആശുപത്രികളിലേക്ക് എത്തണം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ ഈ വിഷയത്തെ പരിശോധിക്കുന്നുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്.